ക്രിസ്മസ് സമയത്ത് കാനഡ പോസ്റ്റ് പണിമുടക്കിയതോടെ വീട്ടിലായിരിക്കുകയാണ് കാനഡയിലെ ജനങ്ങൾ. കുട്ടികൾക്ക് സാന്റായോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കാൽഗറി സ്വദേശിയായ അലൻകർ കണ്ടുപിടിച്ച പകരം സംവിധാനമാണ് ഇപ്പോൾ കുരുന്നുകൾക്ക് ആശ്വാസമാകുന്നത്. കാനഡയിൽ നിന്ന് മീനു ചാലാടൻ്റെ റിപ്പോർട്ട്. മഞ്ഞു പുതച്ച് ഡിസംബർ മാസം വിരുന്നെത്തിയതോടെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് കുരുന്നുകൾ. സാന്റായ്ക്കായി ഒരുക്കുന്ന കത്തുകൾ പതിവ് പോലെ ഇക്കൊല്ലവും വാങ്ങിക്കൂട്ടി അതിൽ തങ്ങളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും ആരോടും പറയാത്ത കുഞ്ഞു രഹസ്യങ്ങളുമൊക്കെ ചിത്രങ്ങളായി വരച്ചും എഴുതിയുമെല്ലാം അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് കാനഡ പോസ്റ്റ് പണിമുടക്കിയത്. So with the current negotiations going on, it's the weekend. We know they're going on 24 hours a day through the weekend. We want a positive solution. We want a fair contract and a negotiated contract at the bargaining table. The question posed to me was regarding documents. I heard it in the media regarding passports, so forth, that are stuck in the mail system. That's a question you need to ask Canada Post, because they're the ones that forced us to go on strike. ഒരു വശത്ത് ഈ സമരമെല്ലാം നടക്കുമ്പോഴും മറുവശത്ത് സാന്റായ്ക്കുള്ള കത്തുകൾ നോർത്ത് പോളിൽ എത്തിക്കാനുള്ള മാർഗവും ഇവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ടിക്കറ്റ് ലൈനിലെ ബോക്സുകളിൽ കുട്ടികൾക്ക് കത്തുകൾ നിക്ഷേപിക്കാം. ഇനി ഇതൊന്നും പറ്റാത്തവർക്ക് ഒരു ടെക്നോളജിക്കൽ മൂവ് നടത്താം. കൈപ്പടയിൽ എഴുതിയ കത്തിനോളമില്ലെങ്കിലും പതിവ് തെറ്റാതെ സാന്റായോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ഇമെയിൽ അയക്കാം. ഇമെയിൽ santa.com. അതാണ് സാന്റായ്ക്ക് മെയിലുകൾ അയക്കാനുള്ള സാങ്കേതിക സംവിധാനം. 1997 കാനഡയിലെ കാൽഗറി സ്വദേശിയായ അലൻ കെയർ ആണ് ഈ ഒരു സംവിധാനത്തിന് ജന്മം നൽകിയത്. അന്നൊരു പണിമുടക്ക് കാലത്ത് തന്റെ സഹോദരിയുടെ മകൾക്ക് സാന്റായ്ക്ക് കത്തുകൾ അയക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന പരിഭവം മാറ്റാനായി തുടങ്ങിവെച്ച ഈ ഒരു വെബ്സൈറ്റ് ഇന്ന് 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ പരിഭവങ്ങളും സ്നേഹവായ്പുകളും നിറഞ്ഞ സോഷ്യൽ ഇടമായി മാറിക്കഴിഞ്ഞു. സാന്റ അയക്കുന്ന മറുപടികൾ ഓരോ കുഞ്ഞു കണ്ണുകളിലും വിടർത്തുന്ന സന്തോഷമാണ് ഈ ഒരു സംരംഭം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ധനവും. കാലങ്ങളായി നോർത്ത് പോളിലേക്ക് കുട്ടികൾ അയക്കുന്ന കത്തുകളുടെ പാരമ്പര്യം തച്ചുടയ്ക്കുകയല്ല, മറിച്ച് ഒരു കുരുന്നിനു പോലും അവസരം നഷ്ടമാകരുതെന്ന ആഗ്രഹമാണ് അലനെ അതൊരു സ്ഥിര ജോലിയായി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. Kids tell Santa things that they don't tell anybody else. So at that point I made sure that there's ways for children who need help to get help. When you sit down in the chair, although mine's not, the big red chair, mine's a computer chair, but just that outpouring of emotion and everything else is it's just amazing. It's a bit of an emotional roller coaster, but I'm very lucky. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന കാനഡ പോസ്റ്റിലെ ജീവനക്കാർക്കും കത്തുകൾ അയച്ച് കാത്തിരിക്കുന്ന കൂട്ടുകാർക്കും ഒരു പിടി നന്മയുള്ള സർപ്രൈസുകളുമായിട്ടാകും ഇത്തവണ സാന്റ എത്തുക. മീനു ചാലാടൻ, മീനു ചാലാടൻ്റെ മകനാണ് ഈദുനും മീനു ചാലാടനും. ഈദൻ എന്നാണ് പേര് കുട്ടിയുടെ. കാനഡയിൽ അവർ താമസിക്കുന്നത്. രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്. ചിലപ്പോൾ നാളെ മറ്റൊരു ചേലാടനായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആശംസകൾ.